ഗുജറാത്തിലെ സബർമതിയുടെ തീരത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചന നൽകി 1700 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് AICC സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. BJP കോട്ടയിൽ കയറി മോദിക്കിട്ട് കൊട്ടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ ഒരക്ഷരം സോണിയാഗാന്ധി മിണ്ടിയിട്ടില്ല. AICC സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ശശി തരൂർ അടക്കം ഷാഫി പറമ്പിലുമൊക്കെ പോയ കാലത്തെ കോൺഗ്രസിനെ കുറിച്ചും ഇനി വരാനുള്ള കോൺഗ്രസ് എങ്ങനെയാവണമെന്നതിനെ കുറിച്ചുമൊക്കെ വാചാലമായപ്പോൾ സോണിയാഗാന്ധി ഈ 2 ദിവസവും സമ്മേളന വേദിയിൽ ഉണ്ടായിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 1998 പാർട്ടിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം നടന്ന എല്ലാ AICC സമ്മേളനങ്ങളിലും സോണിയാഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസവും മുഴുവൻ സമയവും സമ്മേളന വേദിയുടെ മുഖമായി സോണിയ ഉണ്ടായിട്ടും അവർ പരിപൂർണ നിശബ്ദയായിരുന്നു. ഗുജറാത്തിലെ സമ്മേളന വേദിയിൽ ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടതും സോണിയാഗാന്ധിയുടെ മൗനം തന്നെയാണ്. അതേസമയം പ്രിയങ്ക ഗാന്ധി ഇല്ലാതെ പോയതും ഇവിടെ ചർച്ചയായി മാറിയിട്ടുണ്ട്. സമ്മേളന വേദികളിലെ വലിയ കട്ടൗട്ടുകളിൽ പ്രിയങ്ക ഉണ്ട് എങ്കിലും പാർലമെന്റിലേക്ക് എത്താത്തത് പോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനകൾ നൽകുന്ന സബർമതിയുടെ തീരത്തും പ്രിയങ്ക എത്തിയിട്ടില്ല. ബന്ധുവിന്റെ അസുഖത്തെ തുടർന്ന് വിദേശത്ത് തുടരുകയാണ് എന്ന് മാത്രമാണ് ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസ് 2024 ലോക്സഭയിൽ തിളങ്ങി എന്ന സത്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ പിന്നീട് നടന്ന എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 2024 ലോക്സഭാ വിജയ സന്തോഷത്തെക്കുറിച്ചും അതേപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2009 ഉണ്ടായിരുന്ന UPA ഭരണകാലത്തേക്ക് നമ്മൾ തിരികെ പോകേണ്ടതുണ്ട് എന്ന് തരൂർ പറഞ്ഞു വെക്കുമ്പോഴും സോണിയ നിശബ്ദം തന്നെയായിരുന്നു. അതങ്ങനെ കേട്ടിരിക്കുക മാത്രം ചെയ്തു. ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമ ശ്രദ്ധ ഏറെ പിടിച്ചു പറ്റിയത് ഗാന്ധി കുടുംബത്തിന്റെ നിശബ്ദത തന്നെയായിരുന്നു. മനഃപൂർവ്വമുള്ള നിശബ്ദതയ്ക്ക് പിന്നിലുള്ള അജണ്ടകളെ കുറിച്ചാണ് എല്ലാവരും ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യം രാജ്യമേറെ ഉറ്റുനോക്കിയ വഖഫ് ബിൽ പാസാക്കാനായി പാർലമെന്റ് ഒത്തുകൂടിയപ്പോൾ ഇന്ത്യ മുന്നണി ഒന്നടങ്കം ആ വിഷയത്തിൽ BJPക്കെതിരെ കനത്ത ഭാഷയിൽ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയുമാണ് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം നമ്മൾ ഇത്തവണ കണ്ടത്. പക്ഷേ ഈ സമയത്തും രാഹുൽ പാർലമെന്റിൽ മുൻനിരയിൽ ഇരുപ്പുറപ്പിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല. BJP ആവർത്തിച്ച് ആ കാര്യം തുറന്നു പറയുമ്പോഴും രാഹുൽ തന്റെ മൗനം തുടരുക മാത്രമാണ് ചെയ്തത്. ഇവിടെയും പ്രിയങ്ക ഇല്ലാതെ പോയത് വലിയ ചർച്ചയായി മാറി. എല്ലാവരും പാർലമെന്റിലേക്ക് എത്തണമെന്ന 3 വരി വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ആ വിപ്പ് വരെ ലംഘിച്ചുകൊണ്ട് പാർലമെന്റിൽ എത്തിയില്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ പരക്കുകയും ചെയ്തു. അത് തന്നെയാണ് ഇപ്പോൾ AICC സമ്മേളനത്തിലും കാണാൻ സാധിക്കുന്നത്. പരിപൂർണ നിശബ്ദയായി നിൽക്കുന്ന സോണിയ, സമ്മേളനത്തിൽ എത്താത്ത പ്രിയങ്ക, പക്ഷേ വാചാലനായി മാറുന്ന രാഹുൽ. അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഗാന്ധി കുടുംബവും അവരുടെ മൗനവും ഏറെ ചർച്ചയായി മാറുന്നത്.